ഞങ്ങളുടെ ഇന്നത്തെ സെഷനിൽ ശ്രീ ആനന്ദ് നീലകണ്ഠൻ കൂടാതെ ശ്രീ ജയമോഹനും കൂടെ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ട്രെയിൻ മിസ്സായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ആനന്ദ് നീലകണ്ഠൻ എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ വിഷയം എഴുത്തിലെ ദൈവവും മനുഷ്യനും എന്നുള്ളതാണ്. സർഗാത്മകതയെപ്പറ്റി പറയുമ്പോൾ പറയാറുണ്ട് കവിരേവ പ്രജാപതി എന്ന്. എല്ലാ എഴുത്തുകാരനൊരു പ്രജാപതിയാണെന്നാണ് പറയാറുള്ളത്. അതായത് ജീവിതത്തിൽ അസാധ്യമായതിനെല്ലാം സാധ്യമാക്കാൻ എഴുത്തുകൊണ്ട് സാധിക്കും. മരിച്ചവരെ പുനർജീവിപ്പിക്കാം, സ്നേഹിക്കുന്നവനെ ശത്രുവാക്കാം, ശത്രുക്കളെ സ്നേഹിപ്പിക്കാം. അപ്പം അങ്ങനത്തെ എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സൃഷ്ടിപരതയിലെ ഒരു ദൈവിക സാന്നിധ്യത്തെ പറ്റിയല്ല. ഇതിഹാസങ്ങളും പുരാണങ്ങളും പുനരാഖ്യാനം ചെയ്യുകയും പുതിയ കാലത്തിനു വേണ്ടി അതിനെ പുതുക്കി എഴുതുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ആനന്ദ് നീലകണ്ഠൻ. ആ നിലയ്ക്ക് അത്തരം കാര്യങ്ങളിലെ ഇതിഹാസ രൂപിയായ ദൈവിക സാന്നിധ്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ശ്രീ ആനന്ദ് നീലകണ്ഠനോട് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങ് സമകാലിക വിഷയങ്ങളിൽ വളരെയധികം സജീവമായിരിക്കുന്ന ആളാണ്. പത്രങ്ങളിൽ കോളങ്ങൾ എഴുതാറുണ്ട്. അതേസമയം വീണ്ടും ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും തിരിച്ചു പോകും. എന്തുകൊണ്ടാണ് ഈ ഒരു മടക്കം? എന്താണ് അതിലൂടെ വീണ്ടും പുതിയ തലമുറയോട് പറയാൻ ശ്രമിക്കുന്നത്? നന്ദി. കോഴിക്കോട് എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ ആദ്യം ജോലി തുടങ്ങിയത് കോഴിക്കോടാണ്, കോഴിക്കോട് എയർപോർട്ടിൽ 25 കൊല്ലം മുമ്പ്. പിന്നെ ഇപ്പോൾ പണിയൊക്കെ വേണ്ട, എഴുത്തായി പണി. ഇപ്പോൾ ബോംബെയിലാണ്. ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പുരാണങ്ങളാവാം, പക്ഷേ അതിൽ ഞാൻ സംവദിക്കുന്നത് ഇന്നത്തെ കാലത്തിലെ ആൾക്കാരോടാണ്. അപ്പോൾ അതിൽ പറയുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം, ഇപ്പോൾ രാവണൻ എന്ന് പറഞ്ഞ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത അസുര ടെയിൽ ഓഫ് ദ വാൻക്വിഷ്ഡ്, രാവണൻ്റെ രാമായണമാണ് പറയുന്നതെന്നാണ് വൈപ്പ്. പക്ഷേ രാവണൻ്റെ ലങ്ക എന്ന് പറയുന്നത് ഇന്നത്തെ ഭാരതത്തിൻ്റെ ഒരു പ്രതിച്ഛായ പോലെ, ഇന്നത്തെ എന്ന് വെച്ചാൽ എന്നത്തെയും ഭാരതത്തിൻ്റെ ഒരു പ്രതിച്ഛായ പോലെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഭദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെല്ലാവരുമാണ്. ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടാണ് ഭദ്രൻ വരുന്നത്. ഭദ്രനിലൂടെ കൂടിയാണ് രാവണൻ്റെ കഥ പറയുന്നത്. അല്ലെങ്കിൽ രാവണൻ്റെ വെറും ഹീറോയിസം പറയുന്നൊരു കഥയായിട്ട് മാത്രം മാറും. ഭദ്രൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇടുന്നതോടുകൂടിയാണ് അത് ഇന്നത്തെ ഇന്ത്യയുടെ കഥയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് അജയയിൽ, ദുര്യോധന മഹാഭാരതം എഴുതിയ അജയയിൽ ജരൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. അതിൽ പറയുന്ന പൊളിറ്റിക്സും രാഷ്ട്രീയവും ആശയങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നളൻ്റെ ദമയന്തി എന്ന് പറഞ്ഞ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈവൻ ബാഹുബലിയിൽ വരെ, ബാഹുബലി സിനിമയിലല്ല, ബാഹുബലി എൻ്റെ ബുക്ക്, അതിന് പ്രീക്വലായിട്ട് ഇറങ്ങിയ എൻ്റെ ബുക്ക്, അത് പറയുന്നതും കുറേ കൂടി ലെയേർഡും കോംപ്ലിക്കേറ്റഡും ആണത് സിനിമേനേക്കാൾ. കാരണം ഞാൻ സിനിമയ്ക്ക് തിരക്കഥ അല്ലെങ്കിൽ സീരിയലിന് OTTക്ക് ഞാൻ തിരക്കഥ കുറേ എഴുതിയിട്ടുണ്ട്. അത് എഴുതുമ്പോൾ തിരക്കഥ വേറൊരു ആർട്ടാണ്. എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാവോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട്. പക്ഷെ പുസ്തകം എഴുതുമ്പോൾ ഇപ്പോൾ ബാഹുബലി സിനിമ പോലെയല്ല ബാഹുബലി പുസ്തകത്തിൽ പറയുന്നതും ഇന്നത്തെ കഥയാണ്. കഥാപാത്രങ്ങൾ അന്നത്തെ ആവാം. ഇപ്പം മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നില്ല, മനുഷ്യൻ്റെ പ്രശ്നങ്ങളും മാറുന്നില്ല, മനുഷ്യൻ ഫേസ് ചെയ്യുന്ന പല ജീവിത സന്ധികളും മാറുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുരാണങ്ങൾ ഇന്നും കാലാതീതമായി നിൽക്കുന്നതും. ഇങ്ങനെ പുനരാഖ്യാനം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ രാവണനെ പറ്റി നോവൽ എഴുതി, ദുര്യോധനനെ പറ്റി ബൃഹത്തായ മറ്റൊരു നോവൽ എഴുതി. ഈ പുരാണങ്ങളിലെ പ്രതിനായകന്മാരെ പുതിയ കാലത്ത് നായകന്മാരായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം, ഈ ധർമ്മം അധർമ്മം, നന്മ തിന്മ, ഇത്തരം ദ്വന്ദ്ങ്ങളൊക്കെ തലമുറകൾക്കനുസരിച്ചും കാലങ്ങൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നൊരു തോന്നലിലാണോ ഈ പ്രതിനായകനെ നായകനാക്കാൻ ശ്രമിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ നായകൻ പ്രതിനായകൻ എന്ന് പറയുന്നൊരു ദ്വന്ദ്ം അത് നമ്മുടെ ഭാരതീയ ചിന്താധാരയ്ക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നും അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. സാധാരണ അത് പിന്നീട് നമ്മളതൊരു സിംപ്ലിഫിക്കേഷൻ, ഇപ്പോൾ ഇതൊരു അമേരിക്കൻ ഹോളിവുഡ് ഫിലിം പോലെ നമ്മൾ രാമായണവും മഹാഭാരതവും കാണുമ്പോഴാണ് ഒരു സൂപ്പർ ഹീറോ വരുന്നു, വില്ലനെ അടിച്ച് താഴെ ഇടുന്നു, അവസാനം എല്ലാവരെയും രക്ഷിക്കുന്നു. ഒരു സിമ്പിൾ ഫോർമാറ്റാണല്ലോ പല ഹോളിവുഡ് ഫിലിംസിൻ്റെയും. അത് തന്നെയാണ് നമ്മൾ കോപ്പി അടിച്ച് മലയാളത്തിലേക്കും ബോളിവുഡിലേക്കൊക്കെ ആക്കുന്നത്. അപ്പോൾ അതൊരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലായിട്ട് മാറി കുറച്ച് കാലമായിട്ട്. അത് വളരെ സിംപ്ലിസിറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു സൂപ്പർമാൻ വരുന്നു, ഒരു ബാറ്റ്മാൻ വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹനുമാനെയും ശ്രീരാമനെയൊക്കെ കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് കഴിഞ്ഞൊരു 100 കൊല്ലം കൊണ്ടോ 200 കൊല്ലം കൊണ്ടോ ഈ പാശ്ചാത്യമായ ഒരു ചിന്താധാര, ഈ ദ്വന്ദ്ങ്ങളുടെ ഇത് ശരി ഇത് തെറ്റ്, ഇത് നല്ലവൻ ദുഷ്ടൻ,
അങ്ങനെ ഒരു ലെൻസിൽ കൂടി രാമായണത്തെ കാണാൻ തുടങ്ങിയതോടുകൂടിയാണ് രാവണനും ദുര്യോധനനൊക്കെ മഹാദുഷ്ടന്മാരായിട്ട് മാറിയത്. ശരിക്കും പഴയ കഥകൾ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തല്ലോ, നമുക്കറിയുന്നല്ലേ, ഊരുഭംഗം മുതൽ, ഭാസൻ്റെ ഊരുഭംഗം മുതലോ അതിനു മുമ്പൊക്കെയോ തന്നെയും എത്രയോ രാമായണങ്ങളും മഹാഭാരതവും ആസ്പദമാക്കി വന്ന പുരാതന സംസ്കൃത നോവലുകൾ, മറ്റു ഭാഷകളിലെ നോവലല്ല, നാടകങ്ങളും മറ്റു കൃതികളും ഇതൊക്കെ മുമ്പേ എടുത്തിട്ടുള്ള കാര്യങ്ങളാണത്. നമ്മളത് ഇംഗ്ലീഷിൽ എഴുതുന്നുള്ളൊരു പ്രത്യേകതയേ ഉള്ളൂ. ഊരുഭംഗമാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് കർണഭാരമാണെങ്കിലും ഒക്കെ ഭാസൻ ഇത് പണ്ടേ ചെയ്തിട്ടുള്ള കാര്യമാണ്. പമ്പ മഹാകവി കന്നഡയിൽ ഇത് ദുര്യോധന അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പമ്പാഭാരതത്തിലെ പല ഇതും വരുന്നത്. എന്തിന് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിൽ വരെ ഞാൻ അജയിൽ പറഞ്ഞ പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ട്, ഞാൻ അതിൽ നിന്നാണ് കുഞ്ചൻ നമ്പ്യാരിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയത്. കുഞ്ചൻ നമ്പ്യാർ ഹനുമാൻ്റെ വാക്കുകളിൽ കൂടി ഭീമന് പാണ്ഡവന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഹനുമാൻ്റെ വാക്കുകളിൽ കൂടി പറയുന്നുണ്ട്, വളരെ മനോഹരമായിട്ട്, ഭീമനെ കളിയാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാ വശത്തു കൂടി ധർമ്മം എന്താണ് ശരി എന്നുള്ള ചിന്ത, അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ബുക്കാണിത്. അതുകൊണ്ടാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാവുന്നത്. അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ വിജയമല്ല, അത് TV സീരിയൽ കുരുക്ഷേത്രത്തിലാണത്. ശരിക്കുള്ള മഹാഭാരതത്തിൽ കൗരവരുടെ ധർമ്മവും പാണ്ഡവരുടെ ധർമ്മവും, അല്ലെങ്കിൽ അതിലിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും ധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ കുരുക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ വിജയമായിരുന്നു കുരുക്ഷേത്രം എങ്കിൽ, ധർമ്മമായിരുന്നു അധർമ്മത്തിനെതിരെ വിജയിച്ചതെങ്കിൽ, അത് കഴിഞ്ഞിട്ട് വരേണ്ടത് സത്യയുഗമല്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും മോശമെന്ന് എല്ലാവരും പറയുന്ന കലിയുഗമാണ്. അപ്പോൾ ലോജിക്കലി തന്നെ അത് താഴേക്ക് പോവുകയാണ്, ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിബേറ്റിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇന്നെങ്ങനെയാണെന്നുള്ളതല്ല ഞാൻ പറയണത്. പ്രാചീന ഭാരതത്തിൽ ഒരുപക്ഷെ ഇത് സംവാദത്തിലൂടെയാണ്, ബുദ്ധൻ്റെ ഇതും സംവാദം തന്നെയാണ്. ബുദ്ധനെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തതും സംവാദത്തിലൂടെയാണ്. ഗീത ഒരു സംവാദമാണ്, ഉപനിഷത്തുകൾ സംവാദമാണ്. ആൾക്കാർ തർക്കിച്ചാണ് നമ്മൾ സത്യത്തിലേക്ക് എത്തുക, അല്ലാതെ കമാൻഡ്മെൻറ്റ്സ് അല്ല. ഇതാണ് ശരി, ഇത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോവും എന്ന് പറയുന്ന ഒരു ചിന്താധാര കാലങ്ങളോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ രാമായണവും മഹാഭാരതവും ഒക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇത്തിരി വലിച്ചു നീട്ടി പറയാം കേട്ടോ, ബോറടിക്കുകയാണെങ്കിൽ നിർത്തണം. രാമായണം മഹാഭാരതം, ഇപ്പോൾ രാമായണത്തിലൊരു ഉദാഹരണം പറയാം. ഞാൻ വാനര എന്നുള്ള ബുക്കിൽ ബാലിയുടെ രാമായണമാണ് പറഞ്ഞത്. ബാലി സുഗ്രീവൻ്റെ, ബാലി എന്നും വിളിക്കുന്ന ബാലിയുടെ രാമായണമാണല്ലോ പറഞ്ഞത്. ഇത് വാൽമീകി മഹർഷി ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് ചില ചോദ്യചിഹ്നങ്ങൾ അവശേഷിപ്പിച്ചു. അദ്ദേഹമാണല്ലോ ഇപ്പോൾ പ്രജാപതിയാണെന്ന് രാജീവ് പറഞ്ഞു, എഴുത്തുകാരൻ, ഏറ്റവും ആദ്യത്തെ എഴുത്തുകാരൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വാൽമീകിയാണ്. വാൽമീകിക്ക് ഒരുപക്ഷെ ഇത് മറിച്ച് എഴുതാം. രാമൻ പോയി രജനീകാന്ത് സ്റ്റൈലിൽ എഴുതാം അല്ലേ, ബാലിയെ കണ്ടു, ബാലിക്കിട്ടൊരു ഒറ്റ അടിയടിച്ചു, ബാലി മരിച്ചു. വളരെ സിമ്പിൾ. എന്താണ്? ദൈവമാണ്, ദൈവം വന്നു, അടിച്ചു, മരിച്ചു. എഴുതുന്നില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് രാമൻ ആ കഥ അങ്ങനെ എഴുതിയത്? രാമൻ മരത്തിൻ്റെ പുറകിൽ നിന്നും അമ്പെഴുത് ഒളിയമ്പെയ്ത് ബാലിയെ കൊല്ലേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചിന്തിപ്പിക്കാൻ, വായനക്കാരൻ ചിന്തിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സാധനമാണിത്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മമെന്ന് ആ ഒരു സന്ധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. ഈ ധർമ്മസങ്കടം എല്ലാ കഥാപാത്രങ്ങൾക്കും പോകുന്നതിൽ കൂടിയാണ് ഭാരതീയ കഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാമൻ്റെ കുറവുകളും രാമൻ എടുക്കുന്ന ചില തീരുമാനങ്ങളിലെ പിഴവുകളും ഒക്കെ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതും അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും വെച്ചിട്ടാണ് കർമ്മത്തിൻ്റെയും കർമ്മബലത്തിൻ്റെയും സിദ്ധാന്തം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കഥകൾ എഴുതിയിട്ടുള്ളത്. നമ്മളത് നന്മ തിന്മ എന്നുള്ള ഒരു നഴ്സറി സ്റ്റോറിയുടെ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു കോമിക് സ്റ്റോറിയുടെ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കിത് പലപ്പോഴും കൺഫ്യൂഷനും മറ്റും വരുന്നത്. നമ്മൾ ആനുഷംഗികമായി നമ്മുടെ സംസാരം ധർമ്മം എന്നുള്ള വിഷയത്തിലേക്ക് വന്നു. ഈ സമീപകാലത്ത് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു വാക്കാണ് സനാതനധർമ്മം എന്നുള്ള പ്രയോഗം. ഈ ഇതിഹാസങ്ങളുടെ പുനരാഖ്യാനത്തിനിടയിൽ ഈ സനാതനധർമ്മം ഈ വർത്തമാന കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? ഇതിലൊരു പ്രശ്നം വന്നേക്കണെന്താ അറിയോ? ഹിന്ദിയിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ മതമാണ്, നമ്മുടെ സംസ്കൃതത്തിലെ ധർമ്മം അതല്ലല്ലോ. അതിൽ നിന്ന് തന്നെ ഈ കൺഫ്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മം ഒന്നല്ലല്ലോ.
ധർമ്മം ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു ഏറ്റവും പ്രശസ്തമായ ചോദ്യം മഹാഭാരതത്തിൽ എന്താണ് ധർമ്മം എന്ന് പറയുമ്പോൾ ഭീഷ്മർക്ക് വരെ പറയാൻ പറ്റുന്നില്ല. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം ഭീഷ്മർ പറയുന്നു ധർമ്മസത്യം നിഹിതം ഗുഹായാം, ധർമ്മത്തിൻ്റെ തത്വം ഏതോ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. എന്താണെന്ന് നമുക്ക് മനുഷ്യൻ്റെ മനസ്സിലെ ഗുഹകളിലാണ് ധർമ്മത്തിൻ്റെ തത്വം ഒളിച്ചിരിക്കുന്നത്. ഇത് എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. അവനവൻ്റെ യുക്തിയും ബുദ്ധിയും വെച്ചിട്ട് ആൾക്കാർ ഇതെൻ്റെ ധർമ്മമാണെന്ന് വിചാരിക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ധർമ്മം എനിക്ക് ശരിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും രാമായണത്തിലെ ബാലിയുടെ കഥയിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് രാമൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ സീതാ പരിത്യാഗം ശരിയോ തെറ്റോ, ഈ ഡിസ്കഷൻ വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാൽമീകി മഹർഷി അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി അത് എഴുതുന്നത് തന്നെ. മഹാഭാരത യുദ്ധത്തിൽ ഒരു കൗരവ സേനാനി പോലും ധർമ്മത്തിൻ്റെ മാർഗത്തിൽ കൂടി, ധർമ്മം എന്ന സാമാന്യ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർഗത്തിൽ കൂടി കൊല്ലപ്പെട്ടിട്ടില്ല. എല്ലാവരും ചതിയിലൂടെയും വഞ്ചനയിലൂടെയുമാണ്, ചതിയെന്ന് നമുക്ക് വിളിക്കാവുന്ന കാര്യത്തിൽ കൂടിയാണ് വധിക്കപ്പെടുന്നത്, അല്ലേ? പക്ഷേ അപ്പോൾ എവിടെ നമ്മൾ വരയ്ക്കും ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നുള്ളതിൽ? നമ്മൾ ആ ഒരു കോംപ്ലക്സിറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ ആളുകൾക്ക് ലൈഫ് എന്താണെന്ന് കൂടുതൽ ചിന്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയുക. സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടിയല്ല. അപ്പോൾ ഇന്ന് സനാതനധർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതൊരു അന്ധമായ വികലമായ അനുകരണമാണ്, അതിൻ്റെ ഒരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്. നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ഇന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഒരു മതം ഉണ്ടോയെന്നറിയില്ല. ഭാരതീയ ചിന്താധാരകൾ എന്നും പല സങ്കീർണമായ ലേയേഴ്സ് ഉള്ളൊരു ചിന്താധാരയാണ്. അത് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി കെട്ടാൻ നോക്കുമ്പോൾ വരുന്ന പ്രശ്നമാണത്. ഒരു ഏകദൈവ വിശ്വാസം, ഇത് സുപ്പീരിയർ ഇൻഫീരിയർ എന്ന് പറയല്ല. പക്ഷെ ഭാരതം ഒരിക്കലും ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നോ എന്നുള്ളത് തന്നെ സംശയമുള്ള കാര്യമാണ്. കാരണം പല ചിന്താധാരകളും നാസ്തികമാണ്, പല ചിന്താധാരകളും അഗ്നോസ്റ്റാണ്. ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു സംശയത്തിൻ്റെ ഇത് കൂടിയാണ് പറയണത്. ഏത് ഋഗ്വേദം മുതൽ തന്നെ അങ്ങനെ തന്നെയാണ്. എത്രയോ ശ്ലോകങ്ങളിൽ ഈ നാസദീയ സൂക്തം മൂലം നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും സംശയത്തിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയവും ക്യൂരിയോസിറ്റിയും ഒരു പ്രോട്ടോ സയൻസിൻ്റെ മെത്തേഡ് കൂടിയാണ് നമ്മളിന്നും കണ്ടിരിക്കുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു എബ്രഹാമിക് റിലീജിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന, സെമിറ്റിക് റിലീജിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അതിൻ്റെ അതായത് ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, കമ്മ്യൂണിസം, ഈ 4 എബ്രഹാമിക്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ് കമ്മ്യൂണിസം എന്ന്, ഈ 4 എബ്രഹാമിക് റിലീജിയൻസ് നമുക്ക് വിളിക്കാവുന്ന, സെമിറ്റിക് മതങ്ങളെന്ന് വിളിക്കാവുന്നതിൽ ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരി തെറ്റ് എന്നുള്ളതിൻ്റെ വിവക്ഷ വളരെ വ്യക്തമാണ്. ദൈവം, ചെകുത്താൻ, സ്വർഗം, നരകം, വളരെ കൃത്യമായിട്ടാണ് ഇത് പോകുന്നത്. മോലാളി, തൊഴിലാളി, ബൂർഷ, പെറ്റി ബൂർഷ, എല്ലാം കൃത്യമായിട്ടാണ്. ഇവർ തമ്മിലുള്ള ഫൈറ്റിലാണ്, സത്യത്തിനും അസത്യത്തിനെതിരെയുള്ള ഫൈറ്റ്. ഇതിലാണ്, ഇങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കാണുന്നത്. അതൊരു മെത്തേഡാണ് കാണുന്നതിൻ്റെ. പക്ഷേ ഭാരതീയ ചിന്താധാരകളൊക്കെ ഈവൻ നാസ്തികമായത് വരെ ഇത് കുറച്ചും കൂടി സങ്കീർണമായിട്ടും ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഈ ദ്വന്ദ്ങ്ങളില്ലാതെയുമാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാധനം ആരുടെ ശരി, രാമൻ്റെ ശരിയാണോ രാവണൻ്റെ ശരി, ദുര്യോധനൻ്റെ ശരിയാണോ അർജുനൻ്റെ ശരി, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ ശരി എന്നുള്ളതിൽ നിന്ന് മാറി നീ തെറ്റ് ഞാൻ ശരി എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് വികലമായ ഒരു ചിന്താധാരയാവാം ഒരു പക്ഷേ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നതും. ഇതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. ഈ ഗുണവും ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ചിന്താധാരയിലുള്ള ഈ വ്യക്തതയില്ലായ്മ എന്ന് ഞാൻ പറയില്ല, കുറച്ചും കൂടി എല്ലാത്തരം ചിന്താധാരകളെയും ഒന്നിച്ച് അതും ശരിയാവാം, നീയും ശരിയാവാം, ഞാനും ശരിയാവാം, നമ്മൾ രണ്ടുപേരും തെറ്റാവാം, നമ്മൾ രണ്ടുപേരും ശരിയാവാം എന്ന് വിചാരിക്കുന്ന ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ച് അധ്വാനം ചെയ്യണം എന്താണ് ശരിയെന്ന് ആലോചിക്കാനായിട്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഇത്തിരി സമയമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഥ പറയാം. ഈ സിബി ചക്രവർത്തിയുടെ കഥ നമ്മൾ പറഞ്ഞു കാണും, പക്ഷെ അതിൻ്റെ ഒരു 2ാം ഭാഗം കൂടി ഉണ്ട് കേട്ടോ പലയിടത്തും പറയുന്നത്. സിബി ചക്രവർത്തിയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവും ധർമ്മം എന്താണെന്ന് അറിയാനായിട്ട് ഇന്ദ്രനും അഗ്നിയും, പല വേർഷൻസ് ഉണ്ട്, എനിക്കറിയണ വേർഷൻ ഞാൻ പറയാം. ഇന്ദ്രനും അഗ്നിയും കൂടി, ഇന്ദ്രൻ പരുന്തിൻ്റെ വേഷം എടുക്കുന്നു, അഗ്നി ഒരു പ്രാവാവുന്നു. ശിബി ചക്രവർത്തി യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവ് വന്നിട്ട് ശിബി ചക്രവർത്തിയുടെ മടിയിൽ വന്ന് വീണിട്ട് പറയണു, എന്നെ പിടിക്കാനായിട്ട്
ഒരു പരുന്ത് വരുന്നു, എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. അപ്പോൾ രാജാവിൻ്റെ ധർമ്മം എന്താണ്? ഫസ്റ്റ് ചോദ്യം അവിടെ വരിക. രാജാവിൻ്റെ ധർമ്മം എന്താണ്? രാജാവ് ശിവചക്രവർത്തി, ഞാൻ രാജാവാണ്, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ ഇതിൽ നീ വീക്കാണ്, സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം, ബലവാനിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം എന്ന് പറയുന്നു. പരുന്ത് വരുന്നു. പരുന്ത് വന്നിട്ട് പറയുന്നു, ഇതെന്തൊരു അന്യായമാണ്, എന്തൊരു അധർമ്മമാണിത്. കാരണം എൻ്റെ ഭക്ഷണമാണത്, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് ചാവും, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് ചാവുമ്പോൾ നിൻ്റെ രാജധർമ്മം എവിടെ പോയി? അപ്പോൾ ശിവചക്രവർത്തിക്ക് സംശയമായി ഏതാണ് ധർമ്മം എന്നുള്ളത്. ശിവചക്രവർത്തി പറയണു, ഞാൻ എൻ്റെ സാധാരണ അമ്പലത്തിൽ പറയുമ്പോൾ ഇവിടം വരെ പറയുള്ളൂ, ഞാൻ കാലിലെ മാംസം നിനക്ക് തരാമെന്ന് പറയണു. പക്ഷേ അതിൻ്റെ സംവാദം പിന്നീടും തുടരുന്നുണ്ട്. അപ്പോൾ പരുന്ത് ചോദിക്കുന്നു, നിൻ്റെ കാല് നിൻ്റെയാണോ തരാനായിട്ട്? നീ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, പിന്നെ നിനക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവരോട് ചോദിച്ചോ, അവർക്കും കൂടി അവകാശപ്പെട്ടാണ് നിൻ്റെ ദേഹം. അപ്പോൾ ഇങ്ങനെ അവരോട് ചോദിക്കുന്നു. അവർ പറയുന്നു, നിങ്ങൾ മുടന്തരായി പോവും, ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ഭാര്യ ചോദിക്കുന്നു, മക്കൾ ചോദിക്കുന്നു. പക്ഷേ പുള്ളി അവരോടൊക്കെ കൺവിൻസ് ചെയ്യിച്ചിട്ട് പറയണു, ഞാൻ തരാൻ റെഡിയാണ്. അപ്പോൾ പരുന്തി ചോദിക്കുന്നു, പക്ഷേ അത് രാജധർമ്മമാണോ? നിങ്ങൾ ഏറ്റവും നല്ല പോരാളിയും വീരനും ആയതുകൊണ്ടാണ് നിങ്ങൾ രാജാവാവുന്നത്. നിങ്ങളുടെ ചെറിയൊരു വാക്ക് പാലിക്കാൻ വേണ്ടി നിങ്ങളുടെ വലിയ ധർമ്മം നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. നിങ്ങളുടെ ചെറിയ ധർമ്മമാണ് ഈ പ്രാവിനെ രക്ഷിക്കുക എന്നുള്ളത്. നിങ്ങളുടെ വലിയ ധർമ്മം എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മുടന്തനാവുന്നതോടുകൂടി ഒരു പക്ഷേ നിങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ പറ്റില്ല എന്ന് വരും, നിങ്ങൾക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ചെറിയ ധർമ്മത്തിന് വേണ്ടി നിങ്ങൾ വലിയ ധർമ്മത്തെ ത്യജിക്കുന്നത് ധർമ്മമാണോ എന്ന് ചോദിക്കുന്നു. പുള്ളി കൺഫ്യൂഷനായി. അപ്പം അങ്ങനെ പറയണമെന്നായി, പിന്നെ ഞാൻ രാജ്യം വേണ്ടാന്ന് വെക്കാം, എന്നിട്ട് ഞാൻ തരാം, അപ്പോൾ പ്രശ്നമില്ല, എൻ്റെ വാക്ക് പാലിക്കാമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങളെ ഏറ്റവും യോഗ്യനായിരിക്കണോണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. യോഗ്യത കുറഞ്ഞ വേറെ ആൾക്ക് നിങ്ങൾ കൊടുക്കാൻ പോവാണ് നിങ്ങളുടെ രാജ്യം. അത് നിങ്ങൾ രാജ്യത്തോട് ചെയ്യുന്ന, ആൾക്കാരോട് ചെയ്യുന്ന, പ്രജകളോട് ചെയ്യുന്ന അനീതിയാണ്. ധർമ്മം മറ്റൊരു ചെറിയ ധർമ്മത്തിന് വേണ്ടി നിങ്ങളൊരു വലിയ ധർമ്മം ത്യജിക്കുകയാണ്. ഇതെങ്ങനെയാണ് ധർമ്മമാവുക? ഇതോടുകൂടി ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നു. ഇതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളത്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യണ സാമാന്യ യുക്തി എന്താണ്? പ്രാവിനെ രക്ഷിക്കുക, പാവപ്പെട്ടവനെ രക്ഷിച്ചു, വലിയ ആളെ രക്ഷിച്ചില്ല. പക്ഷെ നമുക്കിത് പറഞ്ഞു തരുന്നൊരു തത്വം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ശരികളിലും തെറ്റുണ്ട്, എല്ലാ തെറ്റുകളിലും ശരികളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ കോംപ്ലിക്കേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഇന്ത്യ ഭയങ്കര ടോളറൻ്റ് ആണെന്ന് പറയും. ഇന്ത്യക്ക് വളരെ സഹിഷ്ണുതയുണ്ടെന്ന് പറയും. ശരിക്കും സഹിഷ്ണുതയല്ല, അത് ഇൻഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ വർജിക്കണമെന്നാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളത് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ, ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളത് ചെയ്തോളൂ. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല, ഞാൻ നാസ്തികനാണെന്ന് വിചാരിക്കണോ, നിങ്ങൾക്ക് അതും ചെയ്യാം. അതും ഇതിൻ്റെ പാർട്ടാണ്. എത്രയോ ദർശനങ്ങൾ നാസ്തിക ദർശനങ്ങളാണ് ഇന്ത്യയിൽ. അല്ല, നിങ്ങൾക്ക് അദ്വൈതമാണ് ശരി, നിങ്ങൾക്ക് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടദേവത, എനിക്ക് ആനയായിട്ട് ആരാധിക്കണം, ആനയായിട്ട് ആരാധിച്ചോളൂ. പട്ടിയായിട്ട് ആരാധിക്കണം ദൈവത്തിനെ, പട്ടിയായിട്ട് ആരാധിച്ചോളൂ. ഭൈരവമൂർത്തിയിൽ പട്ടിയായിട്ടാണത്, പട്ടിയായിട്ട് ആരാധിച്ചോളൂ. പുലിയായിട്ട്, പുഴുവായിട്ട്, രൂപമില്ലാതെ, രൂപത്തോടുകൂടി സ്വർഗം നരകത്തിൽ വിശ്വസിക്കുന്നു, ശരി, ഗരുഡപുരാണം. അതിൽ വിശ്വസിക്കുന്നില്ല, കർമ്മകാണ്ഡത്തിൽ മാത്രം വിശ്വസിക്കുന്നു, ആ കർമ്മമാർഗം. എല്ലാ തരവും എല്ലാ ശരികളും നിങ്ങളുടെ ശരിയാണ്, നിങ്ങൾക്കുള്ള ശരി ഞാൻ ജഡ്ജ് ചെയ്യാൻ വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു രീതി, ഒരമ്പലം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഗാന്ധിജി സ്വപ്നം കണ്ടത് രാമരാജ്യമാണ് എന്ന് നമുക്കറിയാം. രാമൻ പുരാതന കാലത്തെ പോലല്ലെങ്കിലും ഒരു കരുത്തുള്ള ബിംബമായിട്ട് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അങ്ങ് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, രാമായണ കഥകൾ പലതുണ്ടാകുമെങ്കിലും രാമായണ തത്വം ഒന്നേ ഉള്ളൂ. ഈ പുതിയ കാലത്ത് രാമായണ തത്വം അങ്ങ് ഈ പറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10, 25, 30, 92 സമയത്തൊക്കെ ഉള്ളവർ അന്ന് മുതൽ തുടങ്ങിയതാണ്. ഈ രാമൻ വില്ല് പിടിച്ച് ക്രുദ്ധനായി നിൽക്കുന്ന ഒരു പോസ്റ്ററുകൾ നമ്മൾ കാണാൻ തുടങ്ങി. ക്രോധവാനായ രുദ്രഹനുമാൻ്റെ മുഖം നമ്മൾ കാണാൻ തുടങ്ങി. ഇത് രാമായണത്തിലൊരു സന്ദർഭമാണിത്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ആദ്യം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ
പ്രായമുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് അവർ പേടിക്കുക, അവർ വലിയ വിശ്വാസികളാണ്, അവർ പേടിക്കുക ചെയ്തത്. അവർ പറഞ്ഞത് ഇത് നാടിൻ്റെ നാശത്തിനാണ്. കാരണം രാമൻ സീതയുടെ കൂടെ അല്ലാതെ, പട്ടാഭിരാമനല്ലാണ്ട് സീതയും ലക്ഷ്മണനും ഹനുമാനുമായിട്ടിരിക്കുന്ന കല്യാണരൂപനായ രാമനല്ലാത്ത രാമനെ വയ്ക്കുന്നത് അശകുനമാണ്, അപശകുനമാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവർ കണ്ടിരുന്ന രാമൻ എന്ന് പറയുന്നത് ത്യാഗമൂർത്തിയായിട്ടുള്ള രാമനാണ്. ഒരുപക്ഷെ ഗാന്ധി കണ്ടതും അങ്ങനത്തെ ഒരു രാമനെ ആയിരിക്കും. രാമൻ എന്നുള്ളത് ഒരു വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു സങ്കല്പമാവുന്നത് അപ്പോഴാണ്. ഇത് എങ്ങനെ വേണമെങ്കിൽ സങ്കല്പിക്കാം അല്ലേ ഒരേ സാധനം. ഈ രാമൻ്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, രാമായണം നോക്കുകയാണെങ്കിൽ, ഞാൻ രാമായണ തത്വം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് രാമായണം ത്യാഗത്തിൻ്റെ കഥയാണ് ഒരു വഴിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ. രാവണൻ്റെ ഭാഗത്തു നിന്നല്ല, രാമൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ രാമൻ ത്യാഗമൂർത്തിയായിട്ടാണ് വരുന്നത്. രാമന് രാജ്യം വേണ്ട, കൊട്ടാരം വേണ്ട, അമ്പലം വേണ്ട, ഒന്നും വേണ്ട രാമന്. രാമൻ വാക്ക് പാലിക്കാനായിട്ട്, ധർമ്മമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് പാലിക്കാനായിട്ട് കാട്ടിലേക്ക് ഇറക്കുന്ന ത്യാഗത്തിൻ്റെ രാമനെ കുറിച്ചാണ് ഗാന്ധിജി പറയുന്നത്. അല്ലാണ്ട് ഈ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനൊരു രാമായണത്തിൽ ഇതിനൊരു കാര്യമുണ്ട്. എവിടെയാണ് രാമൻ ക്രുദ്ധനായിട്ട് നിൽക്കുന്നത്? രാമൻ രാമേശ്വരത്ത് പാലം പണിയാൻ നോക്കുകയാണ് ലങ്കയിലേക്ക്. പക്ഷെ കല്ല് താഴ്ന്നു പോകുന്നു. അതെന്തുകൊണ്ടാണ്? കല്ലിൻ്റെ ധർമ്മം താഴുക എന്നുള്ളതാണ് അല്ലേ. കല്ല് വെള്ളത്തിലിട്ടാൽ താഴും. അത് രാമനിട്ടാലും താഴണം, രാവണനിട്ടാലും താഴണം, ശിവനിട്ടാലും താഴണം. കാരണം അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് താഴുക എന്നുള്ളതാണ്. പക്ഷെ കല്ല് താഴ്ന്നു പോകരുത് എന്നും തൻ്റെ വാനരസൈന്യം മുഴുവൻ അത് കൂടി നടന്നു പോകാൻ പാകത്തിന് അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെന്നും രാമൻ വരുണ ഭഗവാനോട് ആവശ്യപ്പെടുന്നു. കഥയാണല്ലോ. വരുണൻ വരുന്നില്ല. കാരണം വരുണൻ്റെ ധർമ്മം അതല്ല. വരുണൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ കല്ല് വന്നാൽ അത് വലിച്ച് താഴെയിടുക എന്നുള്ളതാണ്. നാച്ചുറൽ ഫോഴ്സാണത്. പക്ഷെ രാമൻ ക്രുദ്ധനായിട്ട്, രാമൻ ആ സമയത്ത് വില്ല് കൊലച്ച് പറയുന്നു, ഞാൻ നിന്നെ മുച്ചൂട് നശിപ്പിക്കും, ഇത് ഇല്ലാണ്ടാക്കും, സമുദ്രം വറ്റിക്കും, ഇത് ഫ്ലോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആ സീനിലാണ് നിൽക്കുന്നത്. അത് ഒരു രാമൻ്റെ ഇമോഷൻ കാരണമാണ്. എത്രയും പെട്ടെന്ന് സീതയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു കഥാസന്ദർഭം വാൽമീകി പറയുന്നത്. രാമായണം മഹാഭാരതത്തിലാണ് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ വരുണൻ വരുന്നു. ഇത് ഈ അൺനാച്ചുറലായിട്ടുള്ള ഇതിന് രാമന് പെർമിഷൻ കൊടുക്കുന്നു, ഭഗവാനോട് മാപ്പി ചോദിക്കുന്നു, കല്ലിടുന്നു, കല്ല് പൊങ്ങി കിടക്കുന്നു. ഇതാണ് കഥ. ഇതിൻ്റെ ബാക്കി നമ്മൾ കേൾക്കണില്ല. ഇതൊരു കർമ്മമാണ് രാമൻ ചെയ്യുന്നത്. രാമൻ ചെയ്ത കർമ്മമാണിത്, ഒരു അധർമ്മമാണിത്. ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കർമ്മഫലം എവിടെയാണ് വരുന്നത്? കൃഷ്ണൻ്റെ ദ്വാരക, കല്ല് വെച്ച് കെട്ടിയ ദ്വാരക ഇതേ കടൽ വന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ സർക്കിൾ പൂർത്തിയാവുന്നത്. പക്ഷെ നമ്മൾ ഈ കഥാസന്ദർഭത്തിൽ നിന്ന് ക്രുദ്ധനായ രാമനെ മാത്രം എടുത്തിട്ട് ഈ രാമൻ വില്ല് വലിച്ച് അമ്പ് വലിച്ച് നിൽക്കുന്നത് ആരോടാണെന്നും ആർക്ക് നേരെയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ കർമ്മഫലം, രാമായണം മഹാഭാരതം ഒന്നിച്ച് വായിക്കണമല്ലോ, അതിൻ്റെ കർമ്മഫലം എന്തായിരിക്കും എന്നുള്ളതും നമ്മൾ അതേ തത്വത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ രാമായണ തത്വം എന്ന് ഗാന്ധി പറഞ്ഞ ഇത് ത്യാഗമൂർത്തി എന്നുള്ള രീതിയിലാണ്. രാമൻ എന്നുള്ളൊരു കഥാപാത്രത്തിലുപരി ആ ഒരു ആശയമാണ് ഗാന്ധി ഉൾക്കൊണ്ടതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു അർത്ഥത്തിൽ ചില ചരിത്രകാരന്മാർ ഇതിഹാസ കാലത്തെ ഒരു ഒത്തുതീർപ്പ് കാലമായിട്ടൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ശിവന് നന്ദി, ഗണപതിക്ക് എലി, ശിവനും വിഷ്ണുവിനും പാമ്പ്, വിഷ്ണുവിന് ഗരുഡൻ. അതായത് പല കുലങ്ങളിലെയും ഗോത്രങ്ങളിലെയും കുലചിഹ്നങ്ങളെ ശൈവ വൈഷ്ണവ മതങ്ങളോട് ചേർത്ത് വയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇതിഹാസകാല. മഹാഭാരതം പുനരാഖ്യാനം ചെയ്യുന്ന സമയത്ത് അത്ര ഒരു ഒത്തുതീർപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ശ്രീകൃഷ്ണനെ തന്നെ റോമിള താപ്പർ വിശേഷിപ്പിക്കുന്നത് ആദ്യകാലത്തെ ഒരു ഗോത്രവർഗ നായകനായിരുന്നു. ഇതിഹാസത്തിലൂടെ ഘട്ടം ഘട്ടമായിട്ട് വരുന്ന പരിണാമമാണ് അദ്ദേഹത്തെ ഒരു ഇതിഹാസ നായകനാക്കി മാറ്റുന്നത്. അത്തരം ശ്രദ്ധയിൽപ്പെട്ടുണ്ടോ ഒരു പരിണാമം? ഇത് പണ്ഡിതന്മാർക്ക്, റോമില താപ്പറിനെ പോലെയോ മറ്റുള്ള പണ്ഡിതന്മാർക്ക് ഒരു അക്കാഡമിക് വിഷയം മാത്രമാണിത്. ജനങ്ങളെ സംബന്ധിച്ചതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ആർക്കും ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ആർക്കും ദൈവമാവാം അല്ലേ. ഞാനും നിങ്ങളും എല്ലാവരും ദൈവമാണ്. നമ്മൾ ചിലർ തിരിച്ചറിയുന്നു, ചിലർ തിരിച്ചറിയുന്നില്ല. ഇതിലാണത് ബേസിക്. അപ്പോൾ കൃഷ്ണൻ ദൈവമാവാം. രജനീകാന്തിൻ്റെ അമ്പലം പണിയുന്നതും നമ്മുടെ സംസ്കാരം വെച്ച് തെറ്റൊന്നുമല്ല. രജനീകാന്ത് അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടദേവതാ സങ്കല്പം വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പുരാണകാരന്മാർ അവർ ഹാർമണിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഒരു പാമ്പും മയിലും, സുബ്രഹ്മണ്യൻ്റെ മയിൽ, ശിവൻ്റെ കഴുത്തിലെ പാമ്പ്. തമിഴിലെ പ്രശസ്തമായ പാട്ട് തന്നെയില്ലേ, പാമ്പ് ചോദിക്കുന്നുണ്ട് ഗരുഡനോട് സുഖമാണോ എന്ന് ശിവൻ്റെ കഴുത്തിൽ കിടന്നിട്ട്. അപ്പോൾ ഗരുഡൻ പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വാപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് സുഖമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കാള ദുർഗയുടെ സിംഹം, ഗണപതിയുടെ എലി, ഒരു ഹാർമണി, ഈ ലോകം നിലനിൽക്കുന്ന ഈ ഹാർമണി കൂടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവമാവാൻ ആർക്കും പറ്റും എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ആകാശത്തിരിക്കണ അമ്മാവനല്ല ദൈവം എന്നും നമുക്കുള്ളിലിരിക്കുന്ന സത്യമാണ് ദൈവം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അത്
നമുക്കത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്ന് വിശ്വസിക്കാം, ഞാൻ തന്നെയാണ് ദൈവം എന്ന് വിശ്വസിക്കാം, കാണുന്നതൊക്കെയും ദൈവം എന്ന് വിശ്വസിക്കാം. ആ സ്വാതന്ത്ര്യം എന്നും ഉണ്ടല്ലോ. അപ്പോൾ ഈ എന്താണ് കൃഷ്ണൻ ഒരു ഗോത്രത്തലവനായിരുന്നു, ആയിരിക്കാം. ഗോത്രത്തലവൻ എന്താ ദൈവമായിക്കൂടെ? കൃഷ്ണൻ ഗോത്രത്തലവനാണ്. രാമായണം എന്ന് ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ. ഞാൻ അസുര എഴുതി, രാവണൻ്റെ ഭാഗത്തു നിന്ന് എഴുതി അസുര. ഞാൻ ഇനി തിരിച്ചെടുത്ത് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് എഴുതാറുണ്ട്. ഞാൻ മഹാബലി ഹനുമാൻ, സിയാ കെ രാം, ഇപ്പോൾ സോണി ലൈവിൽ വന്ന ശ്രീമദ് രാമായണം മലയാളത്തിലേക്ക് വന്നതാണ്. ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. ഞാൻ ആ വശത്ത് നിന്ന് ഈ വശത്ത് നിന്ന് എഴുതാറുണ്ട്. ഞാൻ തിരിച്ചു പറയാം രാമായണത്തിൻ്റെ കഥ ഒരു കൗതുകത്തിന് വേണ്ടി. റോമില താപ്പറിൻ്റെ തിയറി പോലെ തന്നെ ഞാൻ തിരിച്ചു പറയാം. ഒരു മഹാബ്രാഹ്മണനായിട്ടുള്ള കഥ തിരിച്ചു പറയാം കേട്ടോ. ഒരു അതിക്രൂരനും അതിശക്തനും ജാതീയവാദിയും മഹാക്രൂരനുമായിട്ടുള്ള രാവണൻ ബ്രാഹ്മണനാണെന്നാണുള്ളൊരു സങ്കല്പം. അർദ്ധബ്രാഹ്മണനാണ്. രാവണൻ ഭരിക്കുകയാണ്. എല്ലാവരും അടിച്ചമർത്തി ഭരിക്കുകയാണ് രാവണൻ. അപ്പോൾ കറുത്ത നിറമുള്ള ഒരു ഗോത്രവർഗക്കാരനായിട്ടുള്ള വെറും അമ്പും വില്ലും മാത്രമായിട്ടുള്ള ഒരു രാമൻ കുറേ വാനരെന്ന് വിളിക്കുന്ന ആദിവാസികളോട് വന്നിട്ട് ഈ അന്യായം ചെയ്യുന്ന രാവണനെ തകർത്ത് തരിപ്പണമാക്കി കൊന്ന് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതാണ് രാമായണം. അങ്ങനെ തുടങ്ങിയതായിക്കൂടെ? ഞാൻ അസുര എഴുതിയതിന് തിരിച്ചു പറയുകയാണ്. എൻ്റെ അസുരയിൽ രാവണനാണ് ഹീറോ. പക്ഷേ ഇങ്ങനെ എഴുതാം. ഞാൻ ഈ ഗോത്രവർഗ തിയറിയും ഇതൊക്കെ വെച്ചിട്ട് എഴുതാണ്. രാമനാണ് കറുത്ത വർഗക്കാരനായ വെറും ഒരു അമ്പുമില്ലും മാത്രമുള്ള കാലിൽ ചെരുപ്പ് അനിയം മേടിച്ചുകൊണ്ട് പോയി ചെരുപ്പ് പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട രാമൻ വന്നിട്ട് ഈ സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റും പ്രൈവറ്റ് ജെറ്റും ഒക്കെ ഉള്ള രാവണനെ അടിച്ച് തകർത്ത് ഒരു അണ്ടർഡോഗ്, നമ്മുടെ വെട്രിമാരൻ്റെയൊക്കെ സിനിമ പോലെ അല്ലെ പാരഞ്ജിത്തിൻ്റെ സിനിമ പോലെ ഒരു അണ്ടർഡോഗ് വീണ്ടെടുക്കുന്നതാണ് രാമായണം. അപ്പോൾ ഈ ഗോത്രവർഗ തിയറി അവിടെയും ഇതായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നോ അങ്ങനെ വിശ്വസിക്കാം, ഇങ്ങനെ വിശ്വസിക്കുന്നോ ഇങ്ങനെ വിശ്വസിക്കാം. ഈ കഥകളെ ഏത് രീതിയിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. അങ്ങ് ഒരു ലേഖനത്തിൽ ഒരിക്കൽ പരാമർശിച്ചു കണ്ടു, അഹിംസ, ആത്മസാക്ഷാത്കാരം, ഈ രണ്ട് വാക്കുകളുടെ തടവറയിലാണ് ഇന്ത്യക്കാർ പൊതുവെ. അപ്പോൾ ഈ ഭഗവത്ഗീതയ്ക്കകത്ത് പോലും അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നത് നിങ്ങൾ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുന്നു, പക്ഷേ വർത്തമാനകാല ഇന്ത്യ കൊള്ളേണ്ടാത്തതൊക്കെയാണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ട് അതെന്ത് സാഹചര്യത്തിനാണ് അത് പറഞ്ഞതെന്ന് വിശദീകരിക്കാം. ഇത് അഹിംസ എന്നുള്ളതൊരു പരമതത്വമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഹിംസയില്ലാത്ത ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വൈരുദ്ധ്യം. കാരണം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് വരെ ഇപ്പോൾ ജൈനന്മാർ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയി. നമുക്കിപ്പോൾ മലയാളികൾക്കെല്ലാം ട്രോളാണ്. പക്ഷേ ചില സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ ജൈനന്മാരുടെ ആ തോട്ട് പ്രോസസ്സ് ഒരു 2600 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ നടക്കുമ്പോൾ ഒരു പ്രാണിയെപ്പോലും ചവിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആ കാലഘട്ടത്തിൽ ഇന്ന് പോലും അങ്ങനെ ചിന്തിക്കണ ആൾക്കാർ കുറവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ കുരിശുയുദ്ധങ്ങളും ആൾക്കാരിട്ട് ചുട്ടെടുക്കുന്നതും ഗ്യാസ് ചേമ്പറിൽ കയറുന്നതും പലതും കണ്ടാണ്. ആ സമയത്താണ് ഒരു 2600 വർഷം മുമ്പ് ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾ ശ്വസിക്കുമ്പോൾ ഒരു സാധനം അകത്തേക്ക് പോകരുത്, ഞങ്ങൾ ഉള്ളി കഴിക്കില്ല, അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലുള്ള ഒന്നും കഴിക്കില്ല, കാരണം എടുക്കുമ്പോൾ പുഴുക്കൾ മരിച്ചു പോയാലോ. വസ്ത്രം എടുക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ, എത്രയോ ഹിംസ നടന്നാലോ ഞങ്ങൾ നഗ്നരായിട്ട് നടക്കും. ഇതൊരു വശമാണ് ഇന്ത്യയിലെ. ഇതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീമും ഉണ്ട് കേട്ടോ. അഘോരികളുടെ കാര്യം ആലോചിച്ച് നോക്കുക. അവർ നേരെ അപ്പുറത്തെ വ്യവസ്ഥയ്ക്ക് പോവുകയാണ്. ഞാൻ എല്ലാത്തിനും ദൈവത്തെ കാണുന്നു, അപ്പോൾ എനിക്ക് എല്ലാ ശിവനാണ്, അപ്പോൾ എനിക്ക് അമേദ്യം തീട്ടം വാരി തിന്നാലും ഞാൻ ശിവനാണ്. ഞാൻ മരണവും ജീവിതവും തമ്മിൽ ഞങ്ങൾക്ക് വ്യത്യാസമില്ല, ശവവും ഇതും തമ്മിൽ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. തിന്നുന്നവൻ എന്തും തിന്നാം. അഘോരികളെ സംബന്ധിച്ച് ഒരു പശുവിനെയും തിന്നും, ആളെയും തിന്നും, പുഴുവിനെയും തിന്നും, പാമ്പിനെയും തിന്നും. പല വിഭാഗം ഇന്നും ഉണ്ട് അങ്ങനെയുള്ളവർ. അതൊരു എക്സ്ട്രീമാണ്. അതിനൊരു ലോജിക്കൽ പൊസിഷനാണ്. എൻ്റെ ശരിക്കൊരു യുക്തിയില്ലേ നോക്കുക. അത് എനിക്ക് എന്തും തിന്നാം. എനിക്ക് ഇന്ന പന്നിയെ തിന്നൂടാ, പശുവിനെ തിന്നൂടാ, പട്ടിയെ തിന്നൂടാ, ചേരയെ തിന്നൂടാ, പാമ്പിനെ തിന്നൂടാ, മനുഷ്യരെ തിന്നൂടാ. എല്ലാം ജീവിതമല്ലേ, ഞാൻ എല്ലാം തിന്നും. അതൊരു വശം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീം ലോജിക്കൽ, ഞാൻ ആവുന്നത്ര ആളുകൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല, ഞാൻ ഒന്നിനെയും തിന്നില്ല, ഞാൻ മരത്തിൽ നിന്ന് തിന്ന പഴം അത് മാത്രമേ തിന്നുള്ളൂ. ഇത് ഇന്ത്യയിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. തണുത്ത രാജ്യം റഷ്യയിലാണെങ്കിൽ അവൻ അപ്പം പട്ടിണി കിടന്നിയാവും. മാവും പ്ലാവും ചക്കയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ നടക്കൂ. ഞാൻ അത് മാത്രം കഴിച്ചിട്ട് കുരു കുഴിച്ചിടും. ഇത് അങ്ങേ വശം. അപ്പോൾ ഹിംസയുടെ ഒരറ്റവും നമ്മൾ കാണുകയാണ്. ഈ രണ്ട് വശങ്ങളും ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആയിരുന്നു. ഭാരതത്തിൽ ഇത് രണ്ടും അക്സെപ്റ്റഡ് ആയിരുന്നു, ഈ രണ്ട് ലോജിക്കലായിട്ട് പൊസിഷനും. പക്ഷേ ഭഗവത്ഗീതയിൽ ഗാന്ധി അഹിംസയാണ് കണ്ടത്. അത് ഓഷോ പറഞ്ഞ പോലെയാണ്, ചുവരിലെറിഞ്ഞ മഷി പോലെയാണ്.
അല്ലെങ്കിൽ മേഘം പോലെയാണ് ഗീത. നമുക്ക് കാണേണ്ടത് നമ്മൾ കാണും. അത് ഗീതയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തുള്ള ഏത് മതഗ്രന്ഥവും നമുക്ക് കാണേണ്ടത് കാണും. നമ്മൾ താലിബാൻ കാണുന്ന ഖുറാൻ ആയിരിക്കില്ല വേറെ ഒരു ഇതനുസരിച്ച് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം കാണുന്ന ഖുറാൻ. രണ്ടുപേരും വായിക്കുന്ന ഒരേ ബുക്കാണ്. ഗാന്ധി കണ്ട ഗീതയല്ല ഗോഡ്സെ കണ്ട ഗീത. ഇത് നമ്മളാണല്ലോ ഇത് തീരുമാനിക്കുന്നത്, നമ്മൾ കാണുന്ന സാധനമാണ്. പക്ഷെ ഹിംസ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഗീതയുടെ ഒരു തത്വമായിട്ട് വരുന്നത്. ഹിംസ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നടക്കുമ്പോൾ പോലും നമുക്ക് ഹിംസ ഉണ്ടാവും. നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്ത് ഈ വൈറസിനെ കൊല്ലുമ്പോൾ വരെ ഹിംസ നടക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ആവുന്നത്ര ഹിംസ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഈവൻ ഗാന്ധിക്കോ ബുദ്ധനോ മഹാവീരനോ പോലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു യുക്തിയില്ലായ്മയുണ്ട് പൂർണ്ണമായിട്ടുള്ള അഹിംസ എന്നുള്ളത്. അതുകൊണ്ടാണ് അഹിംസ ഏറ്റവും വലിയ തത്വമാണ്. ആവുന്നത്ര അവിടെ എത്തുക എന്നുള്ളതേ പറയുന്നുള്ളൂ. ആ ഒരു കോംപ്രമൈസിലാണ് പോകുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡീവൽ ക്രിസ്ത്യാനിറ്റി, റിനയസൻസിന് മുമ്പുള്ളൊരു ക്രിസ്ത്യാനിറ്റി, ബോധോദയത്തിന് മുമ്പുള്ള ഒരു ക്രിസ്ത്യാനിറ്റി, കുരിശുയുദ്ധങ്ങളുടെ കാലത്തെ ക്രിസ്ത്യാനിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും അസഹിഷ്ണുള്ള, ഇപ്പോൾ പലരും തുറന്നു പറയാത്തൊരു കാര്യമാണ്, കേരളത്തിൽ കോഴിക്കോട് വാസ്കോഡ ഗാമ വന്നപ്പോൾ ആദ്യ ആൾ ചെയ്തത് മക്കയ്ക്ക് പോയ ഒരു കപ്പൽ പിടിച്ച് മുക്കുകയായിരുന്നു. 10,000-3000 പേരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കാരണം അവർ കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇവിടെ വരുന്നത്. 800 പേരെ ഇവിടെ 800 പേരെ ബീരങ്കി വെച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട് നമ്മുടെ SM സ്ട്രീറ്റിൽ, അന്നത്തെ മിഠായി തെരുവിൽ പുള്ളി വന്നിറങ്ങിയ സമയത്ത്. കാരണം വളരെ ഒരു അസഹിഷ്ണുതയോടെ കൂടിയുള്ള ഒരു മതമായിട്ടായിരുന്നു റിനയസൻസിന് മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ കുരിശുയുദ്ധത്തിൽ അപ്പുറത്തെ വശത്ത് നിന്നിരുന്ന ഇസ്ലാം ആയാലും ജുദായിസം ആയാലും ആ ഒരു കാലഘട്ടത്തിൽ വളരെ അസഹിഷ്ണുതകളായിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തച്ച് തല്ലിയിരുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ ഇന്ത്യയിലുണ്ടായിരുന്നു, ശൈവ വൈഷ്ണവ മതങ്ങൾ തമ്മിൽ. പക്ഷേ ഈ രീതിയിലുള്ളൊരു വയലൻസ് ലോകത്തൊരു ഭാഗത്തും നടന്നിട്ടില്ല കുരിശുദ്ധങ്ങളിൽ നടന്ന പോലെ. പിന്നെ അതിനേക്കാൾ നന്നായിട്ട് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കൂടുതൽ ആളുകളെ കൊല്ലാനുള്ള റെക്കോർഡ് വെട്ടിപ്പിടിച്ചെടുത്തത് സ്റ്റാലിനും മാവോയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നാസ്തികരുടെ ചീത്തപ്പേര് മാറ്റിയെടുത്തു. ആസ്തികർ മാത്രമല്ല, നാസ്തികരും ആൾക്കാരെ കൊല്ലാൻ, വംശഹത്യ ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് വേറൊരു വശം. നമ്മൾ ഇന്ന് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മധ്യകാലഘട്ടത്തിലുള്ള സെമിറ്റിക് റിലീജിയൻസിലെ ഒക്കെ ഉള്ളതാണ്. പക്ഷേ അതിനൊരു കുഴപ്പം കൂടിയുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയുടെ പ്രശ്നം. ഒരു സാധനവും പൂർണ്ണമായിട്ടും നല്ലതും ചീത്തയില്ലല്ലോ. ഇന്ത്യക്ക് സഹിഷ്ണുത ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യക്ക് മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ പുസ്തകത്തിൽ എഴുതുകയും പ്രാക്ടിക്കലായിട്ട് വളരെ നികൃഷ്ടമായ ജാതി വ്യവസ്ഥ നടപ്പാക്കുകയും ചെയ്ത രാജ്യമാണ് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞൊരു 1000 വർഷമായിട്ട് ഇന്ത്യ. ഇപ്പം നമ്മളിവിടെ എത്താൻ പോകുന്നത് എവിടേക്കാണെന്നറിയുമോ? ആ ജാതി വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മൾ മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ സെമിറ്റിക് മതങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസഹിഷ്ണുതയുള്ള ജാതി വ്യവസ്ഥയും കൂടിയുള്ള ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയം. അതായത് എവിടെ നിന്നെങ്കിലുള്ള നല്ല വശങ്ങൾ എടുക്കാതെ അതിൻ്റെ ചീത്ത വശങ്ങൾ എടുക്കുകയും നമ്മുടെ ചീത്ത വശങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി ഏറ്റവും മോശപ്പെട്ടൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാനുള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അവസാനമായ ഒരു ചോദ്യം കൂടി. ഒരു പക്ഷേ ആനന്ദ് നീലകണ്ഠനെ നേരിൽ കേൾക്കുന്നവർക്ക് അത്ഭുതമായിരിക്കും. ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇത്രയധികം ബെസ്റ്റ് സെല്ലർ എഴുതി വിൽക്കുന്ന ഒരാൾ ഇത്ര ഫ്ലുവൻ്റായിട്ട് മലയാളം സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയി ബോംബെ ചെന്ന് താമസിച്ച് ഇംഗ്ലീഷ് പഠിച്ചെടുത്താണ് അദ്ദേഹം മികച്ച പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഹിന്ദി സീരിയൽ, ടെലിഫിലിമുകൾ ധാരാളം അദ്ദേഹം എഴുതുന്നു. അതും ഹിന്ദിയും പുള്ളി പഠിച്ചെടുത്ത ഭാഷയാണ്. ഭാവിയിലുള്ള യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ഇതിലേക്ക് വരുന്നത്? അത് സാഹിത്യവേദിയിൽ എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് പല സാഹിത്യകാരന്മാരും എന്നെ അടിക്കാൻ വന്നിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഥ ഭാഷാതീതമാണ്. രാമായണം സംസ്കൃതത്തിൽ വായിച്ച എത്ര പേരുണ്ട് ഇവിടെ? രാമായണ കഥ അറിയണ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കാവോ രാമായണ കഥ അറിയുന്നത്? മഹാഭാരതം സംസ്കൃതത്തിൽ വായിച്ച എത്ര പേരുണ്ട്? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കഥ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അതീതമാണ്. ഭാഷ ഒരു തോരണം മാത്രമാണ്. തോരണം ഉണ്ടെങ്കിൽ കൊള്ളാം, തോരണം മാത്രമാവരുത് കഥ എന്നുള്ളതാണ്. കഥയ്ക്ക് ഭാഷയില്ല. ഞാൻ പറയണത് കഥയാണ്, അത് ഏത് ഭാഷയിലേക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ പുസ്തകങ്ങൾ വളരെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതെൻ്റെ മഹിമ കൊണ്ടല്ല, ഞാൻ ആവുന്നത്ര ഞാനൊരു തരൂരിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ എഴുതി അറിയാണ്ട്, നമ്മൾ ഇത്രയും കാലമായിട്ട് വായിക്കുകയാണല്ലോ, നമ്മൾ അറിയാണ്ട്
ചിലപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ അതിൽ കയറി വന്നേക്കും. അപ്പോൾ ഞാൻ അതൊക്കെ മുഴുവൻ കട്ട് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കായിട്ട് എൻ്റെ ലാസ്റ്റ് എഡിറ്റിംഗ് അതാണ്. ഒരു ഡീതെരിഫിക്കേഷനാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഏതാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ, ഹിന്ദിയിൽ ഏതാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹിന്ദിയിൽ. കാരണം അതേ എനിക്ക് അറിയുള്ളൂ, കോംപ്ലിക്കേറ്റഡ് അറിയില്ല. അതിലെഴുതി പോകുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അജയ ജാപ്പനീസ്, ഇന്തോനേഷ്യൻ, ബർമീസ്, തായ്, എല്ലാ അസുര, വാനര ഒക്കെ എല്ലാ ലാംഗ്വേജിലേക്കും പോയി. കാരണം എന്താണ്, ഭാഷാതീതമായിട്ട് പോകുന്നതാണത്. ഏത് ലാംഗ്വേജിലേക്കും കഥയുടെ സ്ട്രെങ്ത്തിൽ പോകും. അതേസമയം ഞാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ലാംഗ്വേജ്, ഒന്നാമത് എനിക്കത് ഏതറിയില്ല, വളരെ മനോഹരമായിട്ടുള്ളൊരു ലാംഗ്വേജ് ഞാൻ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കഥയില്ലെങ്കിൽ, ഒരു കഥയില്ല എന്ന് പറയില്ലേ, കഥയില്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ വേറൊന്നും പഠിച്ചില്ലെങ്കിലും കഥയുടെ സ്ട്രെങ്ത്ത് പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഏത് ഭാഷയിലേക്ക് മാറ്റിയാലും ഈ കഥയായിട്ട് നിലനിൽക്കും രാമായണം. അതൊരു ചിലർക്കതൊരു റിലീജിയസ് പുസ്തകമാവാം, അങ്ങനെ നോക്കുന്നവർക്ക് വളരെ നല്ലത്. ഇതൊരു സാഹിത്യം എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് പോലും രാമായണമോ മഹാഭാരതത്തിൻ്റെയോ കഥകൾ ഭാഷയ്ക്ക് അതീതമാവും. അതുകൊണ്ട് ഭാഷ എനിക്കൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഫിക്ഷനിൽ നിന്ന് മാറി ഇപ്പോൾ അങ്ങ് അടുത്തതായിട്ട് ഇറക്കാൻ പോകുന്നത് ഒരു രാമായണ പഠനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവിധ ഭാഷകളിലെ രാമായണ പഠനം, അത്ര ഒരു പഠനത്തിലേക്ക് പോയപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ പ്രത്യേകതയുള്ളത് പറയാനൊക്കെ? അത് രാമായണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഓൾറെഡി ഓഡിബിളിൽ ഓഡിയോ ബുക്കായിട്ട് വന്നു. മെനി രാമായണാസ് മെനി ലെസൺസ് എന്ന് പറഞ്ഞൊരു 16 മണിക്കൂറുള്ളൊരു ലെക്ചർ സീരീസാണ്. ഇത്ര നേരം ഇരുന്നപ്പോൾ തന്നെ ബോറടിച്ച് കാണുമ്പോൾ ഞാൻ 16 മണിക്കൂർ സംസാരിച്ചാലുള്ള വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അത് പക്ഷേ ഞാനല്ല സംസാരിച്ചിരിക്കുന്നത്, നല്ല ശബ്ദമൊക്കെ ഉള്ള ഒരാളാണ് അത് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ഒരു ബുക്കാണത്. കഴിഞ്ഞ 2-3 കൊല്ലം കോവിഡിൻ്റെ സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ബുക്കുകളിലൊന്നാണ് അവരുടെ പ്ലാറ്റ്ഫോമിൽ. 3 ബുക്കുകളിലൊന്നായിരുന്നു അത്. അതിൻ്റെ തന്നെ മഹാഭാരതം വരുന്നുണ്ട്. ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000-ഓളം AK രാമായണം 300 രാമായണം ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ 1000-ന് മുകളിലെങ്കിലും രാമായണം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കമ്പൈൽ ചെയ്തിട്ടൊരു ബുക്കായിട്ട് ഈ ലെക്ചർ സീരീസ് ഹാർപ്പർ കോളിൻസ് ബുക്കായിട്ട് ഇറക്കുന്നുണ്ട്, 1000-ഓളം രാമായണങ്ങൾ. അപ്പോൾ ഇതിലൊരു ഒരൊറ്റ സാധനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാതെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ആലോചിച്ചോ ഒരു കഥയായിട്ട്, അത് രാമായണത്തിലുണ്ടാവും. അതായത് അങ്ങനെ ഒരു രാമായണം ഉണ്ടാവും. രാമനും സീതയും ആങ്ങളെയും പെങ്ങളെയാണ്, ചേട്ടനും അനിയത്തിയാണ് രാമനും സീത. ഇങ്ങനെ ഒരു രാമായണം ഉണ്ടോ? അങ്ങനെയുണ്ട് രാമായണം. ബൗദ്ധരാമായണത്തിൽ അങ്ങനെയുണ്ട്. അയോധ്യയിലല്ല അവരുടെ ജനനം. ഇതാണ് ശരിയെന്ന് പറയില്ല കേട്ടോ, പല രാമായണങ്ങളുണ്ടെന്ന് പറയായിരുന്നു. സീത രാവണൻ്റെ മകളായിട്ട് 32ഓളം രാമായണങ്ങളുണ്ട്. ഹനുമാന് ധാരാളം ഭാര്യമാരുള്ള ജെയിംസ് ബോണ്ടായിട്ടുള്ള ഹനുമാനുണ്ട് തായ് രാമായണത്തിൽ. ഹനുമാൻ തായ്ലാൻഡിൽ തന്നെ ധാരാളം രാമായണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഹനുമാൻ തായ്ലാൻഡിൽ പോകുന്നു, തായ്ലാൻഡിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, തായ്ലാൻഡിൽ പോകുന്നു. ആൻഡ് ധാരാളം ഭാര്യമാരുള്ള ഹനുമാൻ. നമുക്കിവിടെ കേൾക്കുമ്പോൾ ഷോക്കാവും. നമ്മുടെ ഗോഡ് ഫാദർ സിനിമ സ്ക്രിപ്റ്റ് മാറ്റി എഴുതേണ്ടി വരും അല്ലേ? ഇന്നസെൻ്റ് പ്രാർത്ഥിക്കുന്ന ബ്രഹ്മചാരിയായിട്ടുള്ള ഹനുമാനാണല്ലോ, നമ്മളെന്നും കേട്ടിരിക്കണം അങ്ങനെയാണ്. പക്ഷേ അതാത് സ്ഥലങ്ങളിലെ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ സംസ്കാരം അനുസരിച്ച് രാമായണം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കമ്പൈലേഷനാണ് അടുത്ത ബുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോകുമെന്ന് അറിയില്ല, കാനഡ സിറ്റിസൺ ആവോ എന്താവോ അറിയില്ല, പക്ഷെ അത് വരുന്നുണ്ട്. നമുക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഒരാൾക്ക് മാത്രം ഒരു ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട്. ആനന്ദ് നീലകണ്ഠനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. എനിക്ക് ധാരാളം സമയമുണ്ട് കേട്ടോ, ഓർഗനൈസേഴ്സിനാണ് സമയത്തിൻ്റെ പ്രശ്നം. കണ്ടതിൽ സന്തോഷം. ആർട്ടിക്കിൾ വായിക്കാറുണ്ട്. പക്ഷെ ഇതിൽ മഹാഭാരതത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് അപ്പം അർജുനൻ കൗരവരോട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ അപ്പം അവർ ധർമ്മത്തിനെതിരാണ് അർജുനൻ പറഞ്ഞു ശ്രീകൃഷ്ണനോട്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ധർമ്മം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നീക്കടയിൽ കാണാൻ പറ്റില്ല, പക്ഷെ ധർമ്മശാസ്ത്രം പഠിക്കണം എന്ന്. ധർമ്മശാസ്ത്രം അറിഞ്ഞാലേ ധർമ്മത്തിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ യുദ്ധത്തിൽ മടിച്ചപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ ശ്രീകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം ഹിന്ദു മിത്തോളജിയിലുണ്ടോ? അങ്ങനെ അറിയാൻ വേണ്ടിയില്ല. പല ധർമ്മശാസ്ത്രങ്ങളുണ്ട്. അതൊക്കെ അതാത് ഋഷിമാരെന്ന് പറയുമ്പോൾ എന്താണ്, അവരെന്ത് കാണുന്നോ എന്ത് ദർശിക്കുന്നോ അവർ പറയുന്നതാണത്. പല പല ധർമ്മശാസ്ത്രങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ളത്. അങ്ങനെ ആവണമല്ലോ, എല്ലാം ഒന്നാണെങ്കിൽ ഒറ്റ ബുക്ക് ഉണ്ടാവുള്ളൂ. ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഗീതയും ധാരാളം ഗീതകളുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്ന ഗീത മാത്രമല്ല, എത്രയോ ഗീതകൾ. രാമായണത്തിൽ തന്നെ രാമഗീതയുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്, മഹാഭാരതത്തിൽ ധാരാളം ഗീതയുണ്ട്, ദേവീ ഗീതയുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത ഗീതകളുണ്ട്. ഈ ഭഗവത്ഗീതയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് ആക്ച്വലി
ബ്രാഹ്മണേതര സമൂഹങ്ങളിൽ ഭഗവത്ഗീതയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രമാണ്. അതിനു മുമ്പ് ഇപ്പോൾ എഴുത്തച്ഛൻ മലയാളത്തിൽ കിളിപ്പാട്ട് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഗീതയില്ല. പല അതേപോലെ ഒഡിയയിൽ മഹാഭാരത ട്രാൻസ്ലേഷനിൽ ഗീതയില്ല. അപ്പോൾ ഈ രാമായണവും മഹാഭാരതവും അതാത് ലാംഗ്വേജസിൽ എഴുതിയ ബ്രാഹ്മണേതരായിട്ടുള്ള സന്യാസി വര്യന്മാർ, ബ്രാഹ്മണരല്ലാത്ത സന്യാസി വര്യന്മാർ എഴുതിയ മഹാഭാരത പരിഭാഷകളിൽ ഗീത ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം, പിന്നീട് ആലോചിച്ച് നോക്കാം സ്വസ്ഥമായിട്ട്. പക്ഷെ ഗീത ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്. ഗീത എന്ന് പറയുന്നത് എത്രയോ പുസ്തകങ്ങളിൽ ഒരു വലിയ ലൈബ്രറിയിലെ ചെറിയൊരു പുസ്തകമാണ് ഗീത. അത് ഖുറാനോ ബൈബിളിനോ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു ധർമ്മശാസ്ത്രമല്ല. അത് ഒരു ലൈബ്രറി തന്നെയുണ്ട്. കാരണം എന്താ, മനുഷ്യർ ഇവിടുത്തെ ചിന്തയെന്ന് മനുഷ്യർ പലവിധം, ധർമ്മം സ്വധർമ്മമാണ്, അവനവൻ്റെ ധർമ്മം. അവനവന് വേണ്ട ധർമ്മശാസ്ത്രം ഉണ്ടെങ്കിൽ അത് നോക്കുക, പറ്റിയില്ലെങ്കിൽ സ്വയം ഒന്ന് രചിക്കുക. മനസാക്ഷിയാണ് ദൈവം എന്നുള്ള രീതിയിലാണ് ഇതെന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. കേൾക്കണില്ല? പരിപാടി നമ്മുടെ സെഷൻ്റെ സമയം കഴിഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങളോട് പിന്നീട് സംസാരിക്കാം. അവർ നമ്മളെ സംസാരിക്കാൻ വിടണില്ല. സംസാരിച്ചതിന് ആനന്ദീരകരുടെ പ്രത്യേക നന്ദി. മനോരമയുടെ പേരിലും ഹോർത്തൂസ് ടീമിൻ്റെ പേരിലും പ്രത്യേക നന്ദി. താങ്ക് യു രാജീവ്. താങ്ക് യു വെരി മച്ച്.